പ്രിയപ്പെട്ടവരെ, നിലമ്പൂരിൽ ഒരു ഉപതിരഞ്ഞെടുപ്പ് സംജാതമായിരിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പിലെ താരങ്ങളിൽ ഒരാൾ മുൻ MLA CPM സ്വതന്ത്രനുമായിരുന്ന ശ്രീ PV അൻവറാണ്. അൻവർ സാഹിബ് ഒരു സ്വപ്നലോകത്തിങ്ങനെ വിരാജിക്കുകയാണ്. ഇവിടെ എനിക്ക് ഏറ്റവും സന്തോഷമായി തോന്നിയത് ശ്രീ VD സതീശൻ്റെ നിലപാടാണ്. നൽകുന്ന ഒരു കാഴ്ച, പുതിയ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫും അതുപോലെ VD സതീശനും ഏറ്റവും നല്ല മാനസിക ബന്ധത്തിൽ അവർ തമ്മിൽ ഒരേ അഭിപ്രായത്തിൽ നിന്നുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യുന്നു. ഒപ്പം തന്നെ അൻവറെ പോലുള്ള ആളുകൾ ഒരു രാഷ്ട്രീയ അരാജകത്വമാണ് എന്ന രൂപേണ നിലപാടെടുക്കുന്നു. ശ്രീ VD സതീശന് പണ്ടേ അൻവറോട് താല്പര്യമില്ല. എന്നാൽ അൻവർ ഇതിൽ വരേണ്ടതുണ്ട് എന്ന് കരുതുന്ന ചില കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. എന്നാൽ സതീശൻ വളരെ കൃത്യമായിട്ട്, വളരെ കാലോചിതമായി ഒരു നിലപാടെടുത്തതോടുകൂടി അതിൽ ഉറച്ചു നിന്നു എന്നുള്ളത് അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല. അതുകൊണ്ട് അൻവറെന്നല്ല, ഇത്തരം രാഷ്ട്രീയ കോമാളികളെ സാക്ഷര കേരളം ഒഴിവാക്കി നിർത്തേണ്ട ഒരു വലിയ സന്ദേശമാണ് ഇവരുടെ വാക്കുകളിലൂടെ കിട്ടുന്നത്. ഈ അൻവറിന് പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാനില്ല. ഇവരുടെ ജയപരാജയങ്ങളിൽ ഒരുപക്ഷെ അൻവർ പിടിക്കുന്ന വോട്ടുകൾ സ്വാധീനമുണ്ടാക്കിയേക്കാം. ഒരുപക്ഷെ ആ വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്തിന് നഷ്ടപ്പെടുമോ, അതല്ല സ്വരാജിന് കിട്ടേണ്ട വോട്ടുകളാണോ, ഇന്നിപ്പോൾ അൻവറിനെ പിന്തുണയ്ക്കുന്ന സുഡാപ്പികളും മറ്റും വേറെതെങ്കിലും നിലയിൽ വോട്ട് മറിച്ചു കൊടുക്കുമോ, ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷെ ഒരു കാര്യമുള്ളത്, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയിക്കാനൊന്നും പ്രത്യേകിച്ച് യാതൊരു സാധ്യതയും അതിനില്ല. കാരണം ഇത് ഭരണകൂടത്തെ താഴെ ഇറക്കാനോ അൻവർ പറയുന്ന പോലെ പിണറായിസത്തെ ഒഴിവാക്കാനോ ഒന്നും ഇതിന് കഴിയത്തില്ല. എന്നാൽ ഇതിനപ്പുറത്ത് ജയിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തെങ്കിൽ അത് കോൺഗ്രസ്സിന് കുറേ കൂടി ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ബലം കൊടുക്കും. അവരങ്ങനെ ഫൈറ്റ് ചെയ്യും. ഒരു പ്രതീക്ഷ അവരിലേക്ക് വരും. അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ഉണർവുണ്ട്. വിശേഷിച്ച് ഈ സണ്ണി വക്കീലും അതുപോലെ VD സതീശനുമൊക്കെ അധികാരത്തിലേക്ക് കുറേ കൂടി വരുന്നു. ഈ VD സതീശന് കുറേ കൂടെ സ്വാതന്ത്ര്യം കിട്ടുന്നു. മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ കുറേ കൂടെ ഫ്രീഡം അദ്ദേഹത്തിന് ഫൈറ്റ് ചെയ്യാൻ കിട്ടുന്നു. അത് ഗുണപരമായി കോൺഗ്രസ്സിന് കുറേയൊക്കെ തീരും. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഇനി മറുവശത്ത് LDFന് പരാജയപ്പെട്ടാലും അവർക്കും മെച്ചമുണ്ട്. കുറേ കൂടെ ഗൃഹപാഠം ചെയ്യാൻ ഈ തിരഞ്ഞെടുപ്പ് അവരെ പര്യാപ്തരാക്കും. അവർക്ക് ജാഗ്രത കൂടും, അവരെ അലസത മാറും. അങ്ങനെ ചില വഴികൾ അവിടെയുണ്ട്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പിന് ഏതെങ്കിലും ഗുണമുണ്ടെങ്കിൽ ഇത് രണ്ടുമാണ് എൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള മെച്ചം എന്ന് പറയുന്നത്. മറുവശത്തിന് ജയിക്കുന്നത് LDF ആണെങ്കിൽ അത് കോൺഗ്രസ്സിന് കുറേ കൂടെ ജാഗ്രത കൊടുക്കും. അവർക്ക് എങ്ങനെയാണ് തങ്ങളുടെ പരാജയത്തിൻ്റെ ചില കാരണങ്ങൾ വിലയിരുത്തിക്കൊണ്ട് കൂടുതൽ അവധാനതയോടെ പ്രവർത്തിക്കാൻ പറ്റും. അതിനപ്പുറത്ത് ഈ തിരഞ്ഞെടുപ്പിന് പ്രസക്തിയൊന്നുമില്ല. ആ തിരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടെത്തിച്ച വഴിവെച്ചത് ശ്രീ അൻവറുടെ നീക്കങ്ങളാണ്. അദ്ദേഹത്തിന് നിലമ്പൂർ ജനതയോട് ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന കാര്യത്തിലൊക്കെ ഒട്ടേറെ പാടുപെടേണ്ടി വരും. അപ്പോൾ തന്നെ അൻവർക്ക് കുറേ ജനകീയമായ ബന്ധങ്ങൾ അവിടെയുണ്ട്. അത് ഇല്ലെന്ന് പറയാൻ വയ്യ. ഞാൻ ഈ 3 ദിവസം നിലമ്പൂരുണ്ട് ഈ ദിനങ്ങളിൽ. അത് ഈ ആഴ്ച ഇവിടെ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പോകുന്നതാണ്. അല്ലെ അൻവർ ജയിക്കാനോ അൻവറെ പരാജയപ്പെടുത്താനോ അല്ലെങ്കിൽ എൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഷൗക്കത്തിനോ അല്ലെങ്കിൽ സ്വരാജിനോ വേണ്ടിയല്ല. ഇവിടെ ഒരു കാഴ്ചക്കാരൻ്റെ റോളിൽ ഞാൻ ഈ വിഷയത്തെ വീക്ഷിക്കുന്നത്, ഞാൻ സാധാരണഗതിയിൽ ഇങ്ങനെ രാഷ്ട്രീയ ചിന്തകൾ പറയാറുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, ഈ അൻവർ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ രാഷ്ട്രീയത്തിലെ ഒരു മാലിന്യമാണ്. ഇങ്ങനെ കുറേ മനുഷ്യരുണ്ട്, അവർക്ക് അവരുടെ പരിമിതികളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. നമ്മുടെ രാഷ്ട്രീയത്തിൽ ഈ മുന്നണി സിസ്റ്റത്തിനകത്ത് നിൽക്കാതെ അങ്ങനെയൊന്നും ഒരാൾക്ക് ജയിക്കാൻ പറ്റില്ല, എളുപ്പമല്ല. അത് സാധിക്കുന്ന കാര്യമല്ല. കാരണം പ്രബലമായ വോട്ട് ഈ നാട്ടിൽ 3 കക്ഷികൾക്കേ ഉള്ളൂ. അതൊന്ന് CPMനും കോൺഗ്രസ്സിനും മറ്റൊന്ന് BJPക്കുമാണ്. ഇനി മൂന്നാമതൊന്ന് പറഞ്ഞാൽ ലീഗിനും. അങ്ങനെ 4 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ 4 രാഷ്ട്രീയ കക്ഷികൾ ഒഴിച്ചാൽ സ്വന്തം വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ പാകത്തിന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ദുർബലമാണ്. ബാക്കി ഏത് പാർട്ടികൾ ഏത് നിലപാടെടുത്താലും കാര്യമായി ഈ പാർട്ടികളെയൊന്നും ബാധിക്കില്ല. അവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം, ഒരു പാർട്ടി ഇപ്പോൾ UDF പാളയത്തിൽ നിന്ന് നേരെ LDFിൽ വന്നാൽ LDF അവരെ എന്ത് വില കൊടുത്ത് എടുക്കുന്നു, എല്ലാ അയിത്തവും മാറ്റിവെക്കുന്നു. എന്നിട്ട് മുൻകാലങ്ങളിൽ പറഞ്ഞ എല്ലാം വിഴുങ്ങിക്കൊണ്ട് ഇവരെയും കൊണ്ട് നടക്കുന്നു. അപ്പോൾ അവർക്ക് വീണ്ടും ഒരു ഗ്രിപ്പ് കിട്ടുന്നു. അവർ ചെറുത് നിർണായകമായൊരു വകുപ്പ് പിടിക്കുന്നു, ഒന്നിലധികമോ വകുപ്പ് പിടിക്കുന്നു. അതിൻ്റെ ഈ
തിരുത്താനുള്ളൊരു ബാധ്യത ഇത്തരം കക്ഷികൾ എടുക്കണം. ഇനി എൽ ഡി എഫിൽ നിന്നൊരു കക്ഷി അങ്ങോട്ട് ചെല്ലുക, മുമ്പ് പറഞ്ഞെല്ലാം വിഴുങ്ങിക്കൊണ്ട് അപ്പുറത്ത് ഇവരെ ജ്ഞാനസ്നാനം കൊടുത്ത് എടുത്തിട്ട് അതിൻ്റെ ഭാഗമാക്കി നിർത്തുകയാണ്. ഇവരെ ബഹിഷ്കരിച്ചാൽ ഇപ്പോൾ അൻവറിന് പറ്റിയതേ പറ്റൂ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ മുസ്ലിം ലീഗ് ഈ തിരഞ്ഞെടുപ്പോടെ കഴിഞ്ഞാൽ അവരെടുക്കാതിരിക്കാൻ ചില തീരുമാനങ്ങളുണ്ട്. അത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. മുസ്ലിം ലീഗ് യു ഡി എഫിലും കെ എം മാണിയുടെ പാർട്ടി ഇപ്പുറത്തും അവരുടെ ഉള്ളിൽ ചില വേറെ മോഹങ്ങളുണ്ട്. മുന്നണി വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുക, ഈ കൂടുമാറ്റം എന്ന് പറയുന്ന പോലെ ഇവർ ഭാഗ്യാന്വേഷികളാണ്. അവർ സമുദായത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന പാർട്ടികളാണ്. പിന്നെ പേരിന് 2-3 അന്യമതസ്ഥരെയൊക്കെ പിടിച്ച് ഏതെങ്കിലുമൊക്കെ സ്ഥാനത്ത് വെള്ളം കോരികളും വിറകുവെട്ടികളുമായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തതിന് കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പരിസ്ഥിതി വരുമ്പോഴേക്ക് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിച്ചാടി നിൽക്കുക. അപ്പോൾ എന്തിനാണ് ഇവിടം വിട്ടുവരുന്ന എൽ ഡി എഫ് വിട്ടുവരുന്ന മാണി എടുക്കേണ്ട യാതൊരു ബാധ്യതയും അപ്പുറത്തില്ല. ഇനി തിരിച്ച് ഇപ്പുറത്ത് അവിടെ വിട്ടുവരുന്ന ഈ മുസ്ലിം ലീഗിനെ ഇപ്പുറത്തെടുക്കേണ്ട കാര്യമില്ല. എടുത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറയാം. ഇപ്പം മുസ്ലിം ലീഗ് അവിടെ നിന്ന് ചാടി വരുന്ന മുസ്ലിം ലീഗിൻ്റെ മുമ്പിൽ എൽ ഡി എഫ് ആണ് ഒരേ ഒരു വഴി. അവരെ എൽ ഡി എഫ് എടുത്തില്ലെങ്കിൽ മുസ്ലിം ലീഗിന് ഒരു 5-6 സീറ്റിൽ ഒതുങ്ങേണ്ടി വരും. ഈ 6 സീറ്റ് ഇപ്പോഴത്തെ രാഷ്ട്രീയ രീതിയിൽ വലിയ നിർണായകമൊന്നുമല്ല. ആണെങ്കിൽ അന്നേരം കണ്ടാൽ മതിയല്ലോ. തിരിച്ചിതുപോലെ കെ എം മാണി അങ്ങോട്ട് ചാടുകയാണ്. എടുക്കുന്നില്ല എന്ന് വെച്ചാൽ എന്താണ് ചെയ്യാവുന്നത്? കെ എം മാണി സ്വന്തം നിലയിൽ ജോസ് കെ മാണിക്ക് എത്ര സീറ്റ് പിടിക്കാൻ പറ്റും? ഇതുപോലെ കുറേ കക്ഷികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ വിചാരം അവരെന്തൊക്കെയോ സംഭവമാണ്. അത് ഇവർ വില പേശി കൂടുതൽ സീറ്റ് മേടിക്കുകയാണ്. ഇത്തരം പാർട്ടികളെ ബഹിഷ്കരിക്കുകയാണ് വേണ്ടത്. സമുദായ പാർട്ടികൾ സമുദായത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, അളിയന്മാരുടെ കള്ളുകടകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ കോളേജിന് വേണ്ടി, സ്കൂളിന് വേണ്ടി, സമുദായത്തിൻ്റെ ഗുണഗണങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന, സമൂഹത്തോട് യാതൊരു പ്രതിപത്തിയും ഇല്ലാത്ത കുറേ കക്ഷികൾ. ഈ കക്ഷികൾ അപ്രസക്തരാണ്. അവരെ കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അവർ വന്നിട്ട് മുഖ്യധാരയിൽ അവരുടെ തന്നെ ജ്യേഷ്ഠ സ്വഭാവമുള്ള പാർട്ടികളെ വിമർശിച്ച് ഇങ്ങനെ കൂടെ നിൽക്കുകയാണ്. അതിലൊരാളാണ് അൻവർ. ഒരു പ്രത്യേകത, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ഒരു പ്രയാസമില്ല. അൻവർ കഴിഞ്ഞിടയ്ക്കെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ അപ്പനെ പോലെയാണ്, പിണറായിയുടെ ചെരുപ്പ് നിൽക്കാൻ പോലും മടിയില്ല എന്നൊക്കെ പറയുന്ന ഏറ്റവും നമുക്ക് ഓക്കാനം വരുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ഒരു സുപ്രഭാതത്തിൽ നേരെ മറിഞ്ഞു എന്ന് പിണറായി ഈസം എന്നൊരു തത്വം അദ്ദേഹം കണ്ടുപിടിക്കുകയാണ്. ഈ 4 കൊല്ലവും കാണാത്തൊരു കാര്യമാണ്. എന്തായിരുന്നു ഈ അൻവറെ ആവശ്യമെന്ന് അറിയണ്ടേ? കള്ളക്കടത്ത് നടക്കുന്നു. അത് ടി കെ ഹംസ വളരെ സരസമായിട്ട് പറയുന്നുണ്ട്. കള്ളക്കടത്ത് പിടിക്കുന്നു. ഈ കള്ളക്കടത്ത് പിടിക്കുന്ന സ്വർണം ഫൈനടച്ച് കഴിഞ്ഞിട്ട് ഉടമസ്ഥന് തിരിച്ചു കൊടുക്കണം. ഇതൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഇതിലൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതിന് ഏതെങ്കിലും ഭരണകൂടം കൂട്ടു നിൽക്കുന്നില്ല, അല്ലെങ്കിൽ പോലീസുകാർ കൂട്ടു നിൽക്കുന്നില്ല എന്നൊക്കെ ഉള്ള വാദങ്ങളാണ് വെച്ചത്. അൻവർ കൊണ്ടുവന്ന ആരോപണങ്ങളെല്ലാം അത് തന്നെയാണ്. ഇനി മറുവശത്ത് അപ്പുറത്ത് ഇല്ല ചെല്ലുന്നിട്ട് വി ഡി സതീശനെ ആവശ്യത്തിനങ്ങ് പറയുക. നിങ്ങളെന്താ ആലോചിച്ച് നോക്കിയേ, ഈ വി ഡി സതീശൻ ഇന്ന് എന്ത് പറഞ്ഞാലും കോൺഗ്രസിൻ്റെ സമുന്നതനായൊരു നേതാവാണ്. നമുക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി യു ഡി എഫ് പരോക്ഷമായിട്ടെങ്കിലും ഉയർത്തിക്കാട്ടുന്നു എന്ന് വിശ്വസിക്കേണ്ട വ്യക്തിയാണ് അദ്ദേഹം. അതിന് ഫിറ്റാണ്. അപ്പോൾ യു ഡി എഫിന് ഫിറ്റാണ്. കാരണം പ്രതിപക്ഷ നേതാക്കളാണ് ശരിക്കും പിന്നീട് മുഖ്യമന്ത്രിമാരായിട്ടൊക്കെ വന്നിട്ടുള്ളൊരു പാരമ്പര്യം നമ്മുടെ നാട്ടിൽ. അപ്പോൾ അങ്ങനെ ഒരാളെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഈ അൻവർ എന്ന് പറയുന്ന ഒരാൾ വി ഡി സതീശനൊന്നുമല്ല. അദ്ദേഹം അൻവറിനെ മൈൻഡ് ചെയ്യുന്നില്ല. അൻവർ അത്ര ആയിട്ടില്ലെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. ഒരല്പം കൂടെ സ്വാതന്ത്ര്യം വി ഡി സതീശൻ നേരത്തെ കൊടുക്കേണ്ടിയിരുന്നു. കാരണം ഇത്തരം ആളുകളെ, ഇത്തരം രാഷ്ട്രീയ വിവേകമില്ലാത്തവരെ, പണത്തിൻ്റെ മാത്രം ആനുകൂല്യം പറ്റി വരുന്ന ഇത്തരം ആളുകളെ നമ്മൾ ഈ കേരള ജനത ഒരിക്കലും എൻ്റർടൈൻ ചെയ്തുകൂടാ. ഇതാണ് ഈ തിരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം. ഇനി ഈ തിരഞ്ഞെടുപ്പ് എന്തുമാകട്ടെ, അതിൻ്റെ പരിണിതി എന്തുമാകട്ടെ, കൂടെ കുറേ മനുഷ്യരെ കൂട്ടുക, ഏതെങ്കിലും രാഷ്ട്രീയ സ്ഥിരത ഇല്ലാതിരിക്കുക. ഇതുപോലെ ഒരാളായിരുന്നു നമ്മുടെ പി സി തോമസ്. എന്താണ് ഈ പി സി തോമസിന് പറ്റിയത്? കഴിവുള്ളൊരു രാഷ്ട്രീയക്കാരനായിരുന്നു. അതെവിടെ പോയി നിൽക്കുന്നത്? എന്തായി അദ്ദേഹത്തിൻ്റെ അവസ്ഥ? അപ്പോൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം കഴിവും പ്രാപ്തിയുള്ള കുറേ മനുഷ്യർ, ഈ സ്വാർത്ഥത, അവർക്ക് മന്ത്രിസ്ഥാനം വേണം, അവരുടെ മാത്രം മുഖം, കൂടെ വരുന്നവനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള ജീവിത വീക്ഷണങ്ങൾ കൊണ്ടെത്തിക്കുന്ന ദുര്യോഗമാണ്. അൻവറുടെ കൂടെ കുറേ മനുഷ്യരുണ്ട്. എന്താ മഞ്ഞക്കടമ്പോ നീലക്കടമ്പോ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പഞ്ചായത്തിൽ പോലും കാര്യമായി പ്രാപ്തി തെളിയിക്കാത്ത ഏത് കടമ്പനാണെങ്കിലും കൊള്ളാം, ഇതൊന്നും കാര്യമായിട്ട് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരു ചലനം ഉണ്ടാക്കാൻ പോകുന്നില്ല. മാത്രമല്ല, ഒരു രാഷ്ട്രീയ കോമാളിക്കപ്പുറത്തേക്ക്, ഒരു രാഷ്ട്രീയപരമായി കാണുന്നൊരു ജോക്കറിനപ്പുറത്തേക്ക്, ഒരു ബഹൂണിനപ്പുറത്തേക്ക് ഒരു മുഖവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശ്രീ അൻവർക്കില്ല. അൻവർ ജയിക്കുമെന്നുള്ള രൂപേണയൊക്കെ വലിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഇനി അൻവർ 2ാം സ്ഥാനത്ത് വരുമെന്ന് പ്രവചിച്ചാൽ പോലും അത് കേരള രാഷ്ട്രീയത്തെ ഒട്ടും ബാധിക്കില്ല. ഇത്തരം അൻവറുമാരെ കാലം തീർച്ചയായിട്ടും പരാജയപ്പെടുത്തേണ്ടതുണ്ട്. അവർക്ക് രാഷ്ട്രീയമായി ശിക്ഷ വിധിക്കേണ്ടതുണ്ട്. അതിന് കിട്ടുന്ന ഒരു അവസരമായി കണ്ടുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫോ യു ഡി എഫോ വിജയിച്ചു കൊള്ളട്ടെ. കാരണം ഞാൻ പല വീഡിയോയിൽ മുമ്പും പറഞ്ഞ പോലെ ഈ ആര്യാടൻ ഷൗക്കത്താണെങ്കിലും ശ്രീ എം സ്വരാജ് ആണെങ്കിലും നല്ല പ്രാപ്തരായ 2 പേരാണ്. അവരിൽ ഇനിയും ഈ ഏതെങ്കിലും തരത്തിലെ രാഷ്ട്രീയ അപാകത അവർ കാണുന്നില്ല. അന്തസ്സുള്ള 2 രാഷ്ട്രീയ കക്ഷികളെ, 2 മുന്നണികളുടെ ഭാഗമായി അച്ചടക്കത്തോടെ നിന്ന് പോരുന്ന 2 പേരാണ്. അപ്പോൾ പാർട്ടി പറഞ്ഞു, അപ്പോൾ അതാ സ്വരാജ് മത്സരിക്കുന്നു. അൻവർ ഇനിയിപ്പോൾ വി എസ് ജോയി
മത്സരിക്കുന്നു ഇല്ല എന്നൊക്കെ ഒരു തർക്കമൊക്കെ വന്നു. അത് ജോയിക്കും ആഗ്രഹിക്കാൻ തെറ്റൊന്നുമില്ല. ജോയി ആഗ്രഹിക്കുന്നു, അൻവറും നമ്മുടെ ഹരിയാണൻ ഷൗക്കത്തും ആഗ്രഹിക്കുന്നു. അത് തെറ്റൊന്നുമല്ല. രണ്ടുപേർക്കും അതിനുള്ള അവകാശമുണ്ട്. അതിൽ നിന്ന് പാർട്ടി ഒരാളെ തീരുമാനിച്ചു. ശ്രീ വി എസ് ജോയി അത് അംഗീകരിച്ചിട്ട് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. അങ്ങനെ ഏറ്റവും രസാവഹമായ ആവേശകരമായൊരു മത്സരത്തിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വേദിയാവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഘട്ടത്തിൽ ഈ പ്രധാനപ്പെട്ട പ്രബലരായ ഇത്തരം സ്ഥാനാർത്ഥികളെ അല്ല എതിർക്കേണ്ടത്. അവരുടെ രാഷ്ട്രീയ വീക്ഷണങ്ങളോടുള്ള എതിർപ്പ് നിലനിർത്തുമ്പോൾ തന്നെ അൻവറെ പോലെ പി സി തോമസിനെ പോലെ ജീവിതത്തിൽ ഏതെങ്കിലും കാഴ്ചപ്പാടിൽ അടിസ്ഥാനമില്ലാത്ത ആളുകൾ ഓർത്തപ്പോൾ ഒന്നുകൂടെ പറയാം. നമ്മുടെ RSP ഏതാണ്ട് ഇതുപോലൊരു കക്ഷിയാണ്. 2 RSP, കോവൂർ കുഞ്ഞുമോൻ എന്ന് പറഞ്ഞൊരാൾ, അപ്പുറത്ത്. ഇവരൊക്കെ ഇല്ലെങ്കിൽ എന്താ കേരളത്തിൽ സംഭവിക്കാമെന്ന് ഒന്നും പ്രത്യേകിച്ച് പറ്റാനില്ല. കോവൂർ കുഞ്ഞുമോൻ്റെ പാർട്ടിയോ ഷിബു ബേബി ജോണിൻ്റെ പാർട്ടിയോ അല്ലെങ്കിൽ പ്രേമേന്ദ്രനോ ഒക്കെ ഈ രാഷ്ട്രീയത്തിലെ ഒരു പ്രകടമായൊരു ആവശ്യകതയല്ല. പ്രേമേന്ദ്രൻ എന്ന വ്യക്തി അംഗീകരിക്കുന്നു, ഷിബു ബേബി എന്ന വ്യക്തിയെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞുമോൻ എന്ന വ്യക്തിയെ അംഗീകരിക്കുന്നു. ഇവരേതെങ്കിലും മുഖ്യധാര പാർട്ടിയിൽ ലയിച്ച് രാജ്യസേവനമാണ് ലക്ഷ്യമെങ്കിൽ അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. ഇത്തരം കക്ഷികളെയൊക്കെ ബഹിഷ്കരിക്കണം. ഇവർ വലിയ പാർട്ടികളുടെ ചിലവിൽ ഭയങ്കര ശല്യമാണെന്നേ. ശശീന്ദ്രനെ പോലെയൊക്കെയുള്ള ആളുകൾ വലിയ ശല്യമാണെന്ന്. ഇന്ന് കേരളക്കര ഏറ്റവും അധികം ചിരിക്കുന്ന മഠയത്തരങ്ങളുടെ മാത്രം ഒരു പ്രതീകമാണ് ശരിക്കും നമ്മുടെ വനം മന്ത്രി എന്നൊക്കെ പറയുന്നത്. അദ്ദേഹത്തെ അങ്ങനെ വിളിക്കേണ്ടി വന്നതിൽ, പറയേണ്ടി വന്നതിൽ അതിയായ ദുഃഖമുണ്ട്. വി എസ് ജോയി അദ്ദേഹത്തെ എന്തോ കടൽക്കിഴവെന്നൊക്കെ വിളിച്ചു. അത് ആ രാഷ്ട്രീയക്കാർക്ക് ആ പദമൊക്കെ പറയാം. എങ്കിലും ഞാൻ ആ ഒരു പദം ഉപയോഗിക്കുന്നില്ല. നമ്മളും പ്രായമാകാനിരിക്കുന്നവരല്ലേ. ഏതായാലും ഒരു മറുവശം, ഈ മന്ത്രിസഭയിലെ ഏറ്റവും കഴിവുറ്റൊരു മന്ത്രി എന്ന പേര് അദ്ദേഹം ഇതിനകം നേടിക്കഴിഞ്ഞു. അപ്പോൾ എന്തിനാണ് ഇത്തരം ആളുകളെ വെച്ചുകൊണ്ടിരിക്കുന്നത്? പാർട്ടികൾക്കൊക്കെ ബാധ്യതയാണ്. അപ്പോൾ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ഇത്തരം ചെറുകക്ഷികളെ ഒക്കെ കൂടെ കൂട്ടേണ്ട ഒരു കാലം കഴിഞ്ഞു പോയി. കരുണാകരൻ്റെ കാലത്തുമൊക്കെയുള്ള ആ മുന്നണി സംവിധാനങ്ങൾ, EMSൻ്റെയൊക്കെ കാലത്ത് ഈ കക്ഷികൾക്കെല്ലാം 14 ജില്ലയിലും ആളുകളും അത്യാവശ്യം ഗ്രിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ മാത്രം ഉണരുന്ന കക്ഷികളാണ്. ഇത്തരം കക്ഷികളെയൊക്കെ വിട്ടിട്ട് ഈ പാർട്ടി സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി കേരളത്തിൻ്റെ ജനാധിപത്യത്തെ പരീക്ഷിക്കാനുള്ള ആ ബാധ്യത പൗരന്മാർ നിറവേറ്റണം. ഇത്തരം രാഷ്ട്രീയ വിഷാംദേഹികളെ, ഇത്തരം ഈ അവസരം തേടി വരുന്ന മനുഷ്യരെ, ഇത്തരം മന്ത്രിസ്ഥാന മോഹികളെ, അവസരവാദികളെ, യാതൊരു വാക്കിലും വിശ്വസ്തത കാട്ടാത്ത ആളുകളെ ഒരിക്കലും കൂടെ കൊണ്ടുപോവുക എന്നുള്ള ആ ബോധത്തെ പരിത്യജിച്ച ഇടതുമുന്നണിക്കും അപ്പുറത്ത് VD സതീശന് വിശേഷിച്ചും പ്രത്യേകിച്ച് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വിചിന്തനം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.